നൂറ്റാണ്ടുകളായി ആദിവാസി ഗോത്രങ്ങൾക്കും പുരാതന ഐതിഹ്യങ്ങൾക്കും മാത്രം അറിവുണ്ടായിരുന്ന കൊടുങ്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൊടുമുടി സങ്കൽപ്പിക്കുക. മേഘങ്ങൾ മണ്ണിലിറങ്ങുന്ന ചിരഞ്ജീവിയായ ഒരു മുനി ഇന്നും തപസ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിടം. ഇതാണ് അഗസ്ത്യാർകൂടം, കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്ഥലം, ഒപ്പം തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ട്രക്കിംഗ് പാതകളിലൊന്ന്. നമുക്ക് പോകാം. 1868 മീറ്റർ ഉയരത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തിയിലാണ് അഗസ്ത്യാർകൂടം തലയുയർത്തി നിൽക്കുന്നത്. എന്നാൽ ഇതിന്റെ ഉയരമല്ല ഇതിനെ പവിത്രമാക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ സപ്തർഷികളിലൊരാളായ അഗസ്ത്യമുനിയുടെ പേരിലാണ് ഈ പർവ്വതം അറിയപ്പെടുന്നത്. തമിഴ് ഭാഷയുടെ പിതാവായും സിദ്ധവൈദ്യത്തിന്റെ ഉപജ്ഞാതാവായും അദ്ദേഹം കരുതപ്പെടുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം അഗസ്ത്യൻ ചെറിയ രൂപമുള്ളവനെങ്കിലും അപാര ശക്തിയുള്ളവനായിരുന്നു. അസുരന്മാരെ തോൽപ്പിക്കാനായി, ദേവന്മാരെ സഹായിക്കാനായി സമുദ്രം മുഴുവൻ കുടിച്ചുവറ്റിച്ചയാളാണിദ്ദേഹമെന്നാണ് പുരാണം. അദ്ദേഹം ഈ പർവ്വതം വിട്ടുപോയിട്ടില്ലെന്നും ഇന്നും സൂക്ഷ്മശരീരത്തിൽ ഇവിടെ വസിക്കുന്നുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പുരാതന ആചാരങ്ങൾ കാരണം അടുത്ത കാലം വരെ ഇവിടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. എന്നാൽ 2018 ചരിത്രപരമായ കോടതി വിധിയെ തുടർന്ന് സ്ത്രീകൾക്കും ട്രക്കിങ്ങിന് ഔദ്യോഗികമായി അനുമതി ലഭിച്ചു. ആ പർവ്വതത്തിന്റെ ആധുനിക ചരിത്രത്തിലെ ഒരു വലിയ മാറ്റമായിരുന്നു. എന്നാൽ അഗസ്ത്യാർകൂടം വെറുമൊരു വിശ്വാസകേന്ദ്രം മാത്രമല്ല, പാരിസ്ഥിതികമായി ഇതൊരു സ്വർണ്ണ ഖനിയാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ കിരീടത്തിലെ രത്നമാണിത്. ശാസ്ത്രജ്ഞർ ഈ പ്രദേശത്തെ വിളിക്കുന്നത് ഹോട്ട്സ്പോട്ടിനുള്ളിലെ ഹോട്ട്സ്പോട്ട് എന്നാണ്. ഇവിടുത്തെ ജൈവവൈവിധ്യം അത്രമേൽ വലുതാണ്. ഇവിടുത്തെ പ്രത്യേക കാലാവസ്ഥ കാരണം ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത സസ്യങ്ങൾ ഇവിടെയുണ്ട്. പ്രകൃതിയുടെ ഔഷധശാല എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും വെല്ലുവിളിയായ രോഗങ്ങൾ മാറ്റാൻ കാണിക്കാർ നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നു. വിശപ്പും ക്ഷീണവും മാറ്റുന്ന അത്ഭുത സസ്യം ഇവിടെയുണ്ട്. ഈ ട്രെക്കിങ്ങിൽ നിങ്ങൾക്കത് അത്യാവശ്യമായി വരുമെന്ന് ഉറപ്പ്. ശരി, ഇനി ഇവിടേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. ഇതൊരു എളുപ്പമുള്ള യാത്രയല്ല. കർശന നിയന്ത്രണങ്ങളുള്ള ഒരു മേഖലയാണിത് അഗസ്ത്യാർകൂടം. ജനുവരി മുതൽ മാർച്ച് മധ്യം വരെ മാത്രമാണ് സാധാരണയായി ട്രെക്കിംഗ് സീസൺ. മൺസൂൺ സമയത്തും മൃഗങ്ങളുടെ പ്രജനനകാലത്തും ഇവിടുത്തെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായാണിത്. ഇതിനായി കേരള വനം വകുപ്പിന്റെ പാസ് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ ഓൺലൈനായി ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നത് വലിയൊരു കടമ്പയാണ്. ബുക്കിംഗ് തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ടിക്കറ്റുകൾ തീർന്നുപോകും. ഏകദേശം 40 കിലോമീറ്ററിലധികം ദൂരം രണ്ട് വശത്തേക്കും കൂടി സഞ്ചരിക്കേണ്ട 2-3 ദിവസത്തെ യാത്രയാണിത്. ബോണാക്കാട് നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കൊടും കാടുകളും അരുവികളും കുത്തനെയുള്ള കയറ്റങ്ങളും നിറഞ്ഞ കഠിനമായ പാതയാണിത്. മിക്ക സഞ്ചാരികളും അതിരുമല ബേസ് ക്യാമ്പിലാണ് രാത്രി തങ്ങുന്നത്. വൈദ്യുതിയില്ല, മരവിപ്പിക്കുന്ന തണുത്ത വെള്ളം, കൂടാതെ ഏതു നിമിഷവും കാട്ടാനകൾ ഇറങ്ങാമെന്ന ഭയം. ഇത് തികച്ചും സാഹസികമാണ്. കൊടുമുടിയിലേക്കുള്ള അവസാന ഘട്ടമാണ് ഏറ്റവും കഠിനം. പാറക്കെട്ടിലൂടെ കുത്തനെ മുകളിലേക്ക് കയറണം. പലയിടത്തും വട പിടിച്ചു വേണം കയറാൻ. എന്നാൽ മുകളിലെത്തിയാൽ ആ കാഴ്ച കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ വേദനയും പമ്പ കടക്കും. ശാരീരികമായ വെല്ലുവിളിയും ആത്മീയമായ യാത്രയും ഒന്നുചേരുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് അഗസ്ത്യാർകൂടം. നിങ്ങൾ മുനിയെ തേടിയായാലും സസ്യങ്ങളെ പഠിക്കാനായാലും അതല്ല സ്വന്തം കഴുത്തു പരീക്ഷിക്കാനായാലും ഈ മലകയറ്റം നിങ്ങളെ മാറ്റും.